നമസ്കാരം. കൊടൈക്കനാൽ എന്ന എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. കൊടൈക്കനാൽ എന്ന് പറയുന്നത് അതിമനോഹരമായ ഒരു പ്രദേശമാണ്. പ്രകൃതി സുന്ദരമായ കാഴ്ചകൾ കണ്ട് തണുത്ത കാലാവസ്ഥ ആസ്വദിച്ച് നമുക്ക് ഇവിടുന്ന് മടങ്ങാം. ഇവിടേക്ക് എത്താനുള്ള വഴികൾ നമുക്കൊന്ന് പരിചയപ്പെടാം. കോഴിക്കോട് നിന്ന് വരുന്നവർക്ക് നേരെ പാലക്കാട് വഴി പൊള്ളാച്ചി പോയി ഉദുമൽപേട്ട പളനി വഴി നേരെ കൊടൈക്കനാലിലേക്ക് എത്താം. ഇങ്ങനെ വരുന്നവർക്ക് 400 കിലോമീറ്ററാണ് സഞ്ചരിക്കാനുള്ളത്. മലപ്പുറത്തു നിന്ന് വരുന്നവർക്ക് അതിരപ്പള്ളി വാഴച്ചാൽ വാൽപ്പാറ റൂട്ടിൽ മലക്കപ്പാറ വന്ന് മലക്കപ്പാറ നിന്ന് നേരെ ഉദുമൽപേട്ട വന്ന് ഉദുമൽപേട്ടയിൽ നിന്നും പളനി വഴി കൊടൈക്കനാലിലേക്ക് എത്താവുന്ന 310 കിലോമീറ്ററാണ് മലപ്പുറത്തു നിന്നും കൊടൈക്കനാലിലേക്കുള്ളത്. കൊച്ചിയിൽ നിന്നും പോകുന്നവർക്ക് മൂവാറ്റുപുഴ അടിമാലി തേനി വഴി കൊടൈക്കനാലിലേക്ക് എത്തിച്ചേരാൻ കഴിയും. 274 കിലോമീറ്ററാണ് കൊച്ചിയിൽ നിന്നും കൊടൈക്കനാലിലേക്കുള്ള ദൂരം. ഇനി കൊല്ലം കോട്ടയം ഭാഗത്തുള്ളവർക്ക് കോട്ടയത്തു നിന്നും നെടുങ്കണ്ടം വഴി കുമളി വന്ന് കുമളിയിൽ നിന്നും കമ്പം തേനി വഴി നേരെ കൊടൈക്കനാലിൽ എത്താൻ കഴിയും. കമ്പം തേനി റൂട്ട് അടിപൊളിയൊരു എക്സ്പീരിയൻസ് ആണ്. ഈ വഴി വരുന്നവർക്കുള്ളൊരു ഗുണം, കോട്ടയത്തു നിന്നും നേരെ പാല വന്ന് പാലയിൽ നിന്നും നേരെ വാഗമണ്ണ് കുമളി വന്ന് കമ്പം തേനി വഴി അതിമനോഹരമായ കാഴ്ചകൾ കണ്ട് നേരെ നമുക്ക് കൊടൈക്കനാലിലേക്ക് എത്താൻ കഴിയും. ഇനി കൊടൈക്കനാൽ വന്നാൽ എന്തൊക്കെ കാണാൻ കഴിയുമെന്ന് ചോദിച്ചാൽ പ്രധാനമായും അവിടെ നമുക്ക് സൈക്കിൾ റെൻറ്റിന് കിട്ടും. അതെടുത്ത് നമുക്ക് പ്രകൃതി സുന്ദരമായ കാഴ്ചകൾ കണ്ട് കറങ്ങാവുന്നതാണ്. പ്രധാന സ്ഥലങ്ങളായ ലേക്ക് ബ്രയാൻ പാർക്ക്, കോക്കസ് വാക്ക്, ഗുണ കേവ്, പില്ലർ റോക്ക് വയർ പോയിൻറ്റ്, പൈൻ വാലി, ഗ്രീൻ വാലി, സൂയിസൈഡ് പോയിൻറ്റ്, വട്ടക്കനാൽ, ഇതൊക്കെ കൊടൈക്കനാലിൽ വന്നാൽ 2-3 ദിവസമെങ്കിലും വേണം ആസ്വദിച്ച് കണ്ടു മടങ്ങാൻ. അതുപോലെ നമുക്ക് ഗ്രാമങ്ങളിലേക്കും പ്രകൃതി സുന്ദരമായ കൃഷിത്തോട്ടങ്ങളിലേക്കും പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ പൂപ്പാറ പോലെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകാം. കൊടൈക്കനാലിൽ നിന്നും 19 കിലോമീറ്റർ സഞ്ചരിച്ചാൽ പൂപ്പാറ എത്തും. പൂപ്പാറ അതിമനോഹരമായ ഒരു സ്ഥലമാണ്. പൂപ്പാറയിൽ നിന്നും നമുക്ക് കൂക്കലിലേക്ക് പോകാം. 16 കിലോമീറ്റർ പോയാൽ മന്നവന്നൂർ എന്നൊരു സ്ഥലമുണ്ട്. അത് അതിമനോഹരമായ ഒരു ഗ്രാമമാണ്. പൂണ്ടി, ക്ലാവര, പോലൂർ, ഇവിടെ വന്നാൽ 4-5 ദിവസം നമുക്ക് കാണാനുള്ള കാഴ്ചകളുണ്ട്. കൊടൈക്കനാൽ വന്നിട്ട് കൊടൈക്കനാൽ മാത്രം കണ്ടിട്ട് തിരിച്ചു പോകുന്നതാകരുത് നമ്മുടെ യാത്ര. ഒരാഴ്ചയെങ്കിലും സമയം മാറ്റി വെച്ചിട്ട് കൊടൈക്കനാൽ വരണം. കൊടൈക്കനാൽ വന്നിട്ട് പൂമ്പാറ പോകണം, മലവന്നൂർ പോകണം, ക്ലാവര പോകണം, പോലൂർ പോകണം, സുന്ദരമായ ഗ്രാമങ്ങളുടെ കാഴ്ചകൾ കാണണം, അതിമനോഹരമായ പാടങ്ങളും കൃഷിത്തോട്ടങ്ങളും കാണണം. ഇനി ഈ കൊടൈക്കനാലിൻ്റെ ചരിത്രം പറയുകയാണെങ്കിൽ, തമിഴ്നാട്ടിലെ ദിണ്ടിക്കൽ ജില്ലയിലെ ഒരു പട്ടണമാണ് കൊടൈക്കനാൽ. പശ്ചിമഘട്ടത്തിൽ നിന്നും വേർപെട്ട് പളനിയുടെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം ഇന്ത്യയിലെ തന്നെ പ്രശസ്തമായ ഒരു മലയോര വിനോദസഞ്ചാര കേന്ദ്രമാണ്. ടൂറിസമാണ് ഈ പ്രദേശത്തെ ശ്രദ്ധേയമാക്കുന്നത്. പ്രദേശവാസികളുടെ പ്രധാന വരുമാന മാർഗവും ഇതുതന്നെയാണ്. പ്രകൃതി രമണീയമായ മലകൾ കൊണ്ട് അനുഗ്രഹീതമാണ് ഈ പ്രദേശം. എപ്പോഴും കോടമഞ്ഞിനാൽ ചുറ്റപ്പെട്ട് കിടക്കുന്നത് കാരണം കോട എന്ന തമിഴ് വാക്കിൽ നിന്നാണ് കൊടൈക്കനാൽ എന്ന പേര് ലഭിച്ചത്. ക്രിസ്തുവിന് മുമ്പ് 5000 വർഷം പഴക്കമുള്ള ശിലായുഗ സംസ്കാരത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഇവിടെയും ലഭിച്ചിട്ടുണ്ട്. പർവ്വത വിഹാറിലും പന്നിക്കുണ്ട് ഗ്രാമത്തിലും പ്രാകൃത മനുഷ്യരുടെ വീടുകളെന്ന് തോന്നിക്കുന്ന തൊപ്പിക്കല്ലുകളും മുനിയറകളും കാണപ്പെടുന്നു. പിന്നീട് 2000ഓളം വർഷങ്ങൾക്കു ശേഷം പാളയനെന്നും പുളിയനെന്നുമുള്ള 2 ആദിവാസി ഗോത്രങ്ങൾ ഇവിടെ കുടിയേറി. ഇവർ പീഡനങ്ങൾ ഭയന്ന് ഒളിച്ചോടി വന്നവരാണെന്നാണ് ചരിത്രം പറയുന്നത്. ഇതിൽ പാളയന്മാർ കാട്ടുജാതിക്കാരാണ്. ഇവർ ഇലകൊണ്ടും പുല്ലുകൊണ്ടുമുള്ള വസ്ത്രങ്ങളാണ് ധരിച്ചിരുന്നത്. 40 കിലോമീറ്റർ അകലെയുള്ള കൂക്കൽ ഗുഹകളിൽ അവരുടെ ഗോത്രത്തിന് തെളിവുകൾ നമുക്ക് കാണാം. പഴങ്ങളും തേനും വന്യജീവികളുടെ മാംസങ്ങളും ഇവയൊക്കെയായിരുന്നു ഇവരുടെ ഭക്ഷണങ്ങൾ. പുളിയന്മാർ കൂടുതൽ പരിഷ്കൃതരായിരുന്നു. അവരാണ് പ്രത്യേകം ചരിവുകളുള്ള ഗുഹാവാസ സ്ഥലങ്ങൾ ആദ്യമായി നിർമ്മിച്ചത്. പാളയന്മാരെക്കാൾ ലളിതമായ ആചാരങ്ങളായിരുന്നു ഇവരുടേത്. കൃഷി ചെയ്യാനുള്ള വിദ്യകൾ സ്വായത്തമാക്കിയിരുന്നു ഈ 2 ഗോത്രങ്ങളും. സന്തോഷത്തോടെയായിരുന്നു വളരെ കാലങ്ങളോളം ഇവർ കഴിഞ്ഞിരുന്നത്. എന്നാൽ 14 ദശകത്തിൻ്റെ ആദ്യത്തിൽ കോയമ്പത്തൂർ പീഠഭൂമിയിൽ നിന്നും കൂടുതൽ ചുറുചുറുക്കുള്ള കൃഷികാര്യങ്ങളിൽ കൂടുതൽ അറിവുള്ള വർഗ്ഗങ്ങൾ ഇങ്ങോട്ടേക്ക് കുടിയേറി. അവർ പുളിയന്മാരെ കീഴ്പ്പെടുത്തി അവരുടെ ഭൂമി കയ്യേറി അവരെ അടിമകളാക്കുകയും ചെയ്തു. 17-18 നൂറ്റാണ്ടുകളിൽ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ അധപ്പതനത്തോടെ നിരവധി കുടുംബങ്ങൾ കർണാടകത്തിൽ നിന്നും ഊട്ടിയിലേക്ക് കുടിയേറി പാർത്തതുപോലെ കൊടൈക്കനാലിലേക്കും കുടിയേറി. കോളറ, വരൾച്ച എന്നിവ മൂലം
തമിഴ്നാടിൻ്റെ മറ്റ് പ്രദേശങ്ങളിൽ നിന്നും കുടിയേറ്റം ഉണ്ടായിട്ടുണ്ട്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെന്നും തണുപ്പുള്ള പ്രദേശങ്ങൾ അന്വേഷിച്ചിരുന്നവരാണ്. പ്രധാനപ്പെട്ട മലമ്പാതകൾ നിർമ്മിച്ചതും ഇവർ തന്നെയാണ്. വേനൽക്കാലത്ത് ചുട്ടുപൊള്ളുന്ന ചൂടനുഭവപ്പെടുന്നതും അക്കാലത്ത് കോളറ, മലേറിയ പോലെയുള്ള പകർച്ചവ്യാധികൾ പെരുകുന്നതും അവരെ ഈ ഉദ്യമത്തിന് കൂടുതൽ പ്രേരിപ്പിച്ചു. ഇംഗ്ലണ്ടിലെ പോലെയുള്ള കാലാവസ്ഥ വർഷം മുഴുവനും ലഭിക്കുന്നു എന്നുള്ളതുകൊണ്ട് കൊടൈക്കനാലിനെ കൂടുതൽ ആകർഷകമാക്കി. എന്നാൽ ബ്രിട്ടീഷുകാരായിരുന്നില്ല കൊടൈക്കനാലിൽ ആദ്യമായി വന്നത്. കുറേ അമേരിക്കൻ സന്യാസികളായിരുന്നു 1800-കളിൽ ഇവിടേക്ക് വന്നത്. മധുര ആസ്ഥാനമാക്കി അമേരിക്കൻ മിഷണറി സംഘം അന്ന് അവിടെ പ്രവർത്തിച്ചിരുന്നു. വേനൽക്കാലത്ത് മരണം അവർക്കിടയിൽ സാധാരണമായി തീർന്നു. ഇതിൽ നിന്നും രക്ഷ നേടുന്നതിന് വേണ്ടി മാർച്ച് മാസം അവസാനമാകുമ്പോഴേക്കും തണുത്ത മലയോര പ്രദേശങ്ങളിലേക്ക് പോകുവാൻ അവർ തീരുമാനിച്ചു. അങ്ങനെയാണ് അവർ കൊടൈക്കനാൽ കണ്ടുപിടിച്ചത്. 1845 അമേരിക്കൻ മിഷനറിമാർ മൊത്തമായി കൊടൈക്കനാലിലേക്ക് വന്നെത്തി. അങ്ങനെ ബ്രിട്ടീഷുകാരുടെ കുത്തകയായിരുന്ന മലയോര പ്രദേശങ്ങൾ അമേരിക്കക്കാർ കൈയടക്കാൻ തുടങ്ങി. തുടർന്ന് യൂറോപ്യൻ കുടുംബങ്ങൾ വേനൽക്കാലം ചിലവഴിക്കാൻ ഇവിടേക്ക് വന്നു തുടങ്ങി. അങ്ങനെ കൊടൈക്കനാലിൽ വിദേശികൾ സ്ഥിരതാമസക്കാരായി മാറി. അന്നത്തെ മധുരയുടെ കളക്ടറായിരുന്നു ഇവിടുത്തെ തടാകം ഇന്നീ കാണുന്ന നിലയിലാക്കിയത്. വെറുമൊരു ചതുപ്പ് സ്ഥലമായിരുന്നു ഇവിടം. അദ്ദേഹം വിദേശത്തു നിന്നുള്ള പല സസ്യങ്ങളും പഴങ്ങളും ചെടികളും ഒക്കെ ഇവിടെ പരിചയപ്പെടുത്തി. പാതകളും കെട്ടിടങ്ങളും എല്ലാം അദ്ദേഹം പുനർനിർമ്മിച്ചു. ബോട്ടുകളും വള്ളങ്ങളും എല്ലാം വാങ്ങി ബോട്ട് സർവീസും തുടങ്ങി. അങ്ങനെ അരുവികളും വെള്ളച്ചാട്ടങ്ങളും കാണാൻ നിരവധി പേർ വന്നു തുടങ്ങി. സ്കൂപ്പാകൃതിയിലുള്ള പാറക്കെട്ടുകൾ ഇവിടുത്തെ പ്രത്യേക കാഴ്ചകളാണ്. വേനൽക്കാലം തുടങ്ങുന്നത് ഏപ്രിൽ മുതലാണ്. അപ്പോൾ 11-നും 19-നും ഇടയിലാണ് താപനില ഉണ്ടാകാറ്. മഞ്ഞുകാലം നവംബറോടെ ആരംഭിക്കുന്നു. താപനില 0 വരെ താഴാറുണ്ട്. മഴക്കാലം കേരളത്തെ പോലെ തന്നെയാണ്. മൺസൂൺ മഴയും തുലാമഴയും ഒക്കെ ഇവിടെയും ലഭിക്കാറുണ്ട്. കടുത്ത മഴ കിട്ടുന്നത് ഒക്ടോബർ, ഡിസംബർ മാസങ്ങളിലാണ്. കൊടൈക്കനാൽ മൂടൽമഞ്ഞ് നിറഞ്ഞൊരു ഹിൽ സ്റ്റേഷനാണ്. നിത്യഹരിത വിശാലമായ മരങ്ങളും വനങ്ങളും കണ്ട് കുന്നിൻ ചെരുവിലൂടെ കയറിയിറങ്ങാം. ഈ ശരിയായ കാരണത്താൽ ഈ സ്ഥലം ഹിൽ സ്റ്റേഷനുകളുടെ രാജകുമാരിയാണ്. കൊടൈക്കനാൽ പച്ചപ്പ് നിറഞ്ഞ മലനിരകളുടെ വിശാലത പ്രദാനം ചെയ്യുന്നു. വലിയ മരങ്ങളുടെയും ഫലവൃക്ഷങ്ങളുടെയും കേന്ദ്രമാണിവിടം. ഏറ്റവും മനോഹരമായ കാഴ്ചകൾ, ശാന്തമായ അന്തരീക്ഷം, മനോഹരമായ കാലാവസ്ഥ, രുചികരമായ ഭക്ഷണം, ഇവയൊക്കെയാണ് നമ്മെ വീണ്ടും വീണ്ടും ഇവിടേക്ക് ആകർഷിക്കുന്നത്. കൊടൈക്കനാലിൻ്റെ യാത്രകൾ ആരംഭിക്കുന്നത് കൊടൈക്കനാൽ തടാകത്തിൽ നിന്നാണ്. പ്രധാന ബസ് സ്റ്റാൻഡിൽ നിന്നും 3 കിലോമീറ്റർ അകലെയാണ് നക്ഷത്രാകൃതിയിലുള്ള ഈ കൃത്രിമ തടാകം സ്ഥിതി ചെയ്യുന്നത്. തടാകത്തിൻ്റെ അതിമനോഹരമായ കാഴ്ചകൾ തികച്ചും സൗജന്യമാണ്. തടാകത്തിൽ നിന്നും 10 മിനിറ്റ് നടന്നാൽ ബ്രയാൻ പാർക്കാണ്. വൈവിധ്യമാർന്ന പൂക്കളുടെ ആവാസ കേന്ദ്രമാണ് ബ്രയാൻ പാർക്ക്. വാർഷിക സമ്മർ ഫെസ്റ്റിവലിൽ ഹോർട്ടിക്കൾച്ചർ വകുപ്പ് ഇവിടെ ഒരു പുഷ്പമേള സംഘടിപ്പിക്കാറുണ്ട്. അത് വളരെ ആകർഷകമാണ്. അവിടെ പ്രവേശന സമയം രാവിലെ 9 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ്. കൊടൈ ചോക്ലേറ്റ് ഫാക്ടറി ഒരു പതിറ്റാണ്ടായിട്ട് നിലവിലുണ്ട്. കൂടാതെ ഭവനങ്ങളിൽ നിർമ്മിക്കുന്ന ചോക്ലേറ്റുകൾ പേരുകേട്ടതാണ്. ഇവിടെ വീടുകളിൽ ഉണ്ടാക്കുന്നത് ചോക്ലേറ്റ്, കൂടാതെ അവരുടെ മറ്റ് ഉൽപ്പന്നങ്ങളായ ഹെർബൽ ടീ, കാപ്പി, സുഗന്ധവ്യഞ്ജനങ്ങൾ, സുഗന്ധ എണ്ണകൾ എന്നിവയാണ്. വഴിയരികിൽ ചില കടകളിൽ നമുക്ക് ലഘുഭക്ഷണങ്ങൾ ലഭിക്കുന്നുണ്ട്. പ്രകൃതി സ്നേഹികൾക്കും ഫോട്ടോഗ്രാഫർമാർക്കും ഈ സ്ഥലം ഒരു പറുദീസയാണ്. ശാന്തമായ വനത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ വെള്ളച്ചാട്ടമാണ് വട്ടക്കനാൽ. നൂറ്റാണ്ടുകളുടെ ചരിത്രമുള്ള ഒരു ഗുഹ ഇവിടെയുണ്ട്. മഞ്ഞു നിറഞ്ഞ കാലാവസ്ഥ കൊണ്ട് അത്ഭുതപ്പെടുത്തുന്ന ഒരു ഗുഹ. ഭീകരമായ 2 പാറക്കെട്ടുകൾക്കിടയിലാണ് ഈ ഗുഹ സ്ഥിതി ചെയ്യുന്നത്. പൈൻ മരങ്ങളാൽ ചുറ്റപ്പെട്ട ഇവിടം വവ്വാലുകളുടെ വിഹാര കേന്ദ്രമാണ്. ആരെയും ആഴങ്ങളിലേക്ക് മാടി വിളിക്കുന്ന നിഗൂഢതകൾ നിറഞ്ഞ ഒരു ഗുഹയാണിത്. ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലും തോറും ഓക്സിജന്റെ അളവ് കുറഞ്ഞു വരും. കാലിടറിയാൽ മരണമുറപ്പാണ്. ഈ ഗുഹയിൽ വീണിട്ട് രക്ഷപ്പെട്ടു പോയിട്ടുള്ളത് ഒരു മലയാളി മാത്രമാണ്. 2006-ൽ എറണാകുളത്തു നിന്നും കൊടൈക്കനാലിലേക്ക് സുഹൃത്തുക്കൾക്കൊപ്പം വിനോദസഞ്ചാരത്തിനായി യാത്ര തിരിച്ച ഒരു ചെറുപ്പക്കാരൻ. ഗുഹ സന്ദർശിക്കുന്നതിനിടയിൽ നിർഭാഗ്യവശാൽ ഗുഹയ്ക്കുള്ളിൽ അകപ്പെട്ടുപോയ ഈ ചെറുപ്പക്കാരനെ
എല്ലാവരും നിസ്സഹായരായി നിൽക്കുന്ന ഈ സമയത്താണ് കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു സുഹൃത്ത് ജീവൻ പണയം വെച്ച് ഈ ഗുഹയ്ക്കുള്ളിലേക്ക് ചാടി ഇറങ്ങുന്നത്. അദ്ദേഹത്തിൻ്റെ ആ മനോധൈര്യം കാരണം സുഹൃത്തിനെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അന്ന് മാധ്യമങ്ങളിൽ വലിയ ചർച്ചാ വിഷയമായ ഒരു സംഭവമായിരുന്നു ഇത്. മഞ്ഞുമ്മൽ ബോയ്സ് എന്ന മലയാള ചലച്ചിത്രം ഈ ചെറുപ്പക്കാരുടെ കഥയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. 1992 കമലഹാസൻ്റെ ഗുണ എന്ന ചിത്രം ഷൂട്ട് ചെയ്തതിന് ശേഷമാണ് ഇവിടെ ഗുണ കേവ് എന്ന പേര് ലഭിച്ചതെന്നാണ് പറയപ്പെടുന്നത്. മരണം കൂടി വന്നതോടെ ഈ ഗുണ കേവ് തമിഴ്നാട് സർക്കാർ അടച്ചുപൂട്ടി. ശക്തമായ എതിർപ്പ് കാരണം സുരക്ഷാ മാനദണ്ഡങ്ങളോടുകൂടി ഗുണ കേവ് വീണ്ടും തുറന്നു കൊടുത്തു. ഈ ഗുഹയുടെ ആഴങ്ങളിലേക്ക് പോയ ആരും ഇന്നേ വരെ തിരിച്ചു വന്ന ചരിത്രമില്ല. ഇതിലേക്ക് വീണിട്ടുള്ളവരുടെ മൃതദേഹം പോലും തിരിച്ചെടുക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. കാടും മലകളും മഞ്ഞും മരങ്ങളും കൊണ്ട് സമൃദ്ധമായ പ്രദേശം. മലയാളികൾക്ക് എക്കാലവും പ്രിയപ്പെട്ട വെക്കേഷൻ ഡെസ്റ്റിനേഷൻ തന്നെയാണ് കൊടൈക്കനാൽ. അതുകൊണ്ട് തന്നെയായിരിക്കണം എറണാകുളം മഞ്ഞുമ്മൽ എന്ന പ്രദേശത്തു നിന്നും ആ ചെറുപ്പക്കാർ അവരുടെ വിനോദസഞ്ചാരത്തിന് വേണ്ടി കൊടൈക്കനാൽ തന്നെ തിരഞ്ഞെടുക്കാനും കാരണം. കൂട്ടത്തിലുള്ള പ്രദീപിൻ്റെ വാഹനത്തിൽ എല്ലാവരും കൂടി യാത്ര തിരിക്കുകയായിരുന്നു. അങ്ങനെ അവർ കൊടൈക്കനാലിലെത്തി കൊടൈക്കനാലിൻ്റെ സൗന്ദര്യം അതിവരുവോളം ആസ്വദിച്ചതിന് ശേഷം പിറ്റേ ദിവസം തിരിച്ചു വരാമെന്ന് അവർ തീരുമാനിച്ചു. അങ്ങനെ അവർ തിരിച്ചു വരുന്നത് വഴിക്ക് പ്രശസ്തമായ ഗുണ എന്ന ഗുഹ കൂടി കാണാമെന്നവർ തീരുമാനിച്ചു. സാധാരണ ഒരു ഗുഹ എന്നൊക്കെ പറയുമ്പോൾ നേരെ ഒരു ദ്വാരം പോലെ അങ്ങനെയായിരിക്കും നമ്മുടെ മനസ്സിലുണ്ടാകുന്നത്. ഇതങ്ങനെയല്ല, രണ്ട് പാറക്കെട്ടുകൾക്കിടയിലൂടെ താഴേക്ക് നീണ്ടുപോകുന്നതായിരുന്നു ഈ ഗുണയുടെ പ്രത്യേകത. അവിടെ എത്തിയതിന് ശേഷം ഈ ചെറുപ്പക്കാർ ഈ പാറയ്ക്കുള്ളിലൂടെ ഇറങ്ങി ഈ വേരുകളിലൂടെയും പാറകളിലൂടെയും ഒക്കെ പിടിച്ച് ഇവർ ഈ ഗുഹയ്ക്കുള്ളിലേക്ക് ഇറങ്ങുകയായിരുന്നു. അങ്ങനെ ഈ ചെറുപ്പക്കാർ ഈ ഗുഹയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. ഈ ഗുഹയ്ക്കുള്ളിലായിരുന്നു ഗുണ എന്ന സിനിമയുടെ ലൊക്കേഷൻ. ഇതൊക്കെ കാണുക എന്നുള്ളത് കൂടിയായിരുന്നു ഇവരുടെയൊക്കെ ആഗ്രഹം. ഉച്ചയ്ക്ക് ശേഷമായിരുന്നു അന്നേ ദിവസം ഈ ഗുഹയ്ക്കുള്ളിലേക്ക് അവർ എത്തിച്ചേർന്നത്. ഈ ഗുണ ഗുഹയാകട്ടെ എപ്പോഴും മൂടൽമഞ്ഞ് കൊണ്ട് തിങ്ങി നിറഞ്ഞ ഒരു അന്തരീക്ഷമായിരിക്കും അവിടെ എപ്പോഴും ഉണ്ടാകാറുള്ളത്. അതീവ ജാഗ്രതയോടുകൂടി തന്നെയായിരുന്നു ആ ചെറുപ്പക്കാർ അവരുടെ ഓരോ കാൽപാദങ്ങളും എടുത്തു വെച്ചുകൊണ്ടേയിരുന്നത്. എന്നാൽ പെട്ടെന്ന് അവിടെ ഒരു നിലവിളി ഉണ്ടാവുകയായിരുന്നു. എല്ലാവരും നോക്കുമ്പോൾ അത് സുഭാഷിൻ്റെ നിലവിളിയായിരുന്നു. സുഭാഷ് വെറുതെ പറ്റിക്കാൻ വേണ്ടി ചെയ്തതാണെന്നാണ് എല്ലാവരും ആദ്യം കരുതിയത്. അയാൾ പലപ്പോഴും ഇത്തരത്തിലുള്ള പല കുസൃതികളും ഒപ്പിക്കാറുള്ള ഒരാളായി. എന്നാൽ ഞെട്ടലോടെ അവർ ആ സത്യം മനസ്സിലാക്കി. ഇതൊരു തമാശയല്ല, സുഭാഷ് ഗുഹയുടെ ആഴങ്ങളിലേക്ക് ചെന്ന് പതിച്ചിരിക്കുന്നു. എന്തു ചെയ്യണമെന്നറിയാതെ മുഖത്തോട് മുഖം നോക്കി നിന്ന ആ ചെറുപ്പക്കാർ പരിഭ്രാന്തരായി നിന്നിരുന്ന സമയങ്ങളായിരുന്നു അത്. നാളിതുവരെ ഈ ഗുഹയുടെ ആഴം നിർണയിച്ചിട്ടില്ല, അതിനുവേണ്ടി ആരും മുതിർന്നിട്ടുമില്ല. 2000-ൽ അടി താഴ്ചയുണ്ടെന്നാണ് പറയപ്പെടുന്നത്. 500 അടി താഴ്ചയിൽ നിന്നും ചെറിയൊരു ഗ്യാപ്പിലേക്ക് വഴുതി വീണ സുഭാഷിൻ്റെ കണ്ണുകൾ പതിയെ അടയാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ ബോധം പോയി എന്നാണ് പറയപ്പെടുന്നത്. തീർച്ചയായിട്ടും ഈ ഗുഹയെക്കുറിച്ചുള്ള പേടിപ്പെടുത്തുന്ന പല കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കൂടി ഈ അവസരത്തിൽ കടന്നുപോയിട്ടുണ്ടാകും. ഗുണ എന്ന സിനിമ ഇറങ്ങി ഗുണ കേവ് എന്ന പേര് ഇതിന് ലഭിക്കുന്നതിന് മുമ്പ് ഈ ഗുഹയ്ക്ക് വേറെ ഒരു പേരുണ്ടായിരുന്നു, ഡെവിൽസ് കിച്ചൺ, അഥവാ ചെകുത്താൻ്റെ അടുക്കള. 2 പാറക്കെട്ടുകൾക്കുള്ളിലൂടെ നീണ്ടുപോകുന്ന അതിഭയാനകരമായ ഈ ഗുഹ കണ്ടിട്ട് VS വാർഡാണ് അന്ന് ഈ പേര് ഇതിന് നൽകിയത്. പാണ്ഡവരുടെ വനവാസകാലത്ത് അവർ ഇതിനുള്ളിൽ താമസിച്ചിരുന്നുവെന്നും ഇതിൽ ആഹാരം പാകം ചെയ്തിരുന്നുവെന്നും ഒക്കെ ചരിത്രം പറയുന്നു. എന്തൊക്കെ തന്നെ ആയിരുന്നാലും ഒരുപാട് പേർക്ക് ഇതിനുള്ളിൽ അകപ്പെട്ടു അവർക്ക് മരണം സംഭവിച്ചിട്ടുണ്ട്. ഈ ഗുഹയ്ക്കുള്ളിൽ ഇരുട്ടുമൂടിയ ഭയാനകരമായ ഒരു അന്തരീക്ഷമായതുകൊണ്ട് തന്നെ ഈ പ്രദേശവാസികൾ പോലും ഈ ഗുഹയ്ക്കുള്ളിലേക്ക് ഇറങ്ങാൻ ശ്രമിക്കാറില്ല എന്നാണ് അവർ പറയുന്നത്. മാത്രമല്ല ഇതിനു മുമ്പ് ഇതിലേക്ക് വീണു പോയിട്ടുള്ള ആരെയും തന്നെ ജീവനോടെ രക്ഷപ്പെടുത്താൻ ഇതേ വരെ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഇവർ പറയുന്നത്. അതിനുമപ്പുറത്തേക്ക് ഇവരുടെ ഒന്നും മൃതദേഹം പോലും ഇന്നേ വരെ തിരിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. മുമ്പ് ഒരു മന്ത്രിയുടെ മകൻ ഈ ഗുഹയ്ക്കുള്ളിലേക്ക് വീണ് അദ്ദേഹത്തിനെ രക്ഷിക്കുന്നതിന് വേണ്ടി മന്ത്രി 20 ലക്ഷം രൂപ ഓഫർ ചെയ്തിട്ട് പോലും അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ ആർക്കും സാധിച്ചില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഇത്തരത്തിൽ പേടിപ്പെടുത്തുന്ന ഈ ഗുഹയുടെ 500 അടി താഴ്ചയിലാണ് സുഭാഷ് എന്ന ഈ ചെറുപ്പക്കാരൻ കുടുങ്ങിക്കിടന്നിരുന്നത്.
പക്ഷേ ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾക്ക് അദ്ദേഹത്തെ എങ്ങനെയും രക്ഷപ്പെടുത്തണമെന്ന ഒറ്റ ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹത്തെ അവിടെ ഉപേക്ഷിച്ചിട്ട് പോകാൻ അവർ തയ്യാറായിരുന്നില്ല. അവർ ആ സുഹൃത്തിൻ്റെ പേര് വിളിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷേ ആഴങ്ങളിൽ നിന്നും ഒരു മറുപടിയും അവർക്ക് തിരിച്ചു കിട്ടുന്നുണ്ടായിരുന്നില്ല. ഈ ഒരു അവസരത്തിൽ അദ്ദേഹം മരണപ്പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ജീവനോടെ ഉണ്ടോ എന്ന് ഇവർക്ക് ആർക്കും തന്നെ ഉറപ്പുണ്ടായിരുന്നില്ല. കുറച്ച് സുഹൃത്തുക്കൾ സുഭാഷിന് അവിടെ കാവൽ നിന്നുകൊണ്ട് മറ്റു ചിലർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് പോയി പോലീസുകാരെ വിവരമറിയിക്കാൻ ചെന്നപ്പോൾ അവർക്കുണ്ടായ അനുഭവം വളരെ മോശമായിരുന്നു. പോലീസുകാർ അവരോട് ചോദിച്ചത്, നിങ്ങൾ കേരളത്തിൽ നിന്നും ഒരാളെ കൊണ്ടുവന്ന് ഗുഹയിൽ തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിച്ചിട്ട് പോലീസിനോട് പരാതി പറയാൻ വന്നിരിക്കുകയാണോ എന്നാണ് അവർ ചോദിച്ചത്. തുടർന്ന് നിരന്തരമായ അഭ്യർത്ഥന കാരണം പോലീസും ഫയർഫോഴ്സും കൂടി ഈ ഗുഹയിലേക്ക് ഈ സുഹൃത്തിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി എത്തിച്ചേരുകയായിരുന്നു. ഗുഹയ്ക്കുള്ളിൽ നിന്നും സുഭാഷിൻ്റെ യാതൊരു പ്രതികരണവും ഉണ്ടാകാത്തത് കാരണം അദ്ദേഹം മരണപ്പെട്ടിട്ടുണ്ടാകാം. അതുകൊണ്ട് ഇനി തിരച്ചിൽ അവസാനിപ്പിച്ച് മടങ്ങിപ്പോകാമെന്നാണ് പോലീസും ഫയർഫോഴ്സും ഒന്നായി പറഞ്ഞത്. അതിനുമപ്പുറത്തേക്ക് ഒരാൾ പോലും ഇതിനകത്തേക്ക് ഇറങ്ങാൻ തയ്യാറായില്ല. എന്നിരുന്നാലും താങ്കളുടെ സുഹൃത്തിനെ ഇവിടെ തനിച്ചാക്കിയിട്ട് പോകാൻ അവർ തയ്യാറായിരുന്നില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് സിജു എന്നൊരു സുഹൃത്ത് മുന്നിലേക്ക് കടന്നു വന്നിട്ട് ഞാൻ ഗുഹയിലേക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞ് അദ്ദേഹം മുന്നിലേക്ക് കടന്നു വരുന്നത്. പോലീസും ഫയർഫോഴ്സും ഇതിനെതിർത്തു. കാരണം ഒരാൾ മരണപ്പെട്ടു, നീ കൂടി നിൻ്റെ ജീവൻ കൂടി കളയണ്ട എന്നായിരുന്നു അവർക്ക് പറയാനുള്ളത്. രണ്ടും കൽപ്പിച്ച് സുഹൃത്തിന് വേണ്ടി ഫയർഫോഴ്സിൻ്റെ ബെൽറ്റും കയറും ഉപയോഗിച്ച് അദ്ദേഹം ഗുഹയ്ക്കുള്ളിലേക്ക് ഇറങ്ങുകയായിരുന്നു. 500 അടി താഴ്ചയിലെത്തിയപ്പോൾ സുഹൃത്തിനെ കണ്ടെത്തി അദ്ദേഹത്തെ വാരിയെടുത്തു. ഫയർഫോഴ്സിൻ്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തെ കരയ്ക്കെത്തിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഈ ഗുഹയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇതിനുള്ളിൽ അകപ്പെട്ട ഒരാൾ ജീവനോടെ തിരിച്ചു വരുന്നത്. ഇതിന് കാരണം സിജു എന്ന ഈ ചെറുപ്പക്കാരൻ്റെ ഈ മനോധൈര്യമാണ് മാത്രമാണ്. അങ്ങനെ തങ്ങളുടെ ഉറ്റ സുഹൃത്തിനെ ജീവനോടെ കിട്ടിയ സന്തോഷത്തോടു കൂടി അവർ നാട്ടിലേക്ക് തിരിക്കുകയായിരുന്നു. ഈ ഒരു കാര്യം നാട്ടിലോ വീട്ടിലോ ഇവർ ആരോടും തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിറ്റേ ദിവസം ഇത്രയും വലിയൊരു സംഭവം ഉണ്ടായത് തമിഴ്നാട്ടിലെ പത്രത്തിൽ വന്നപ്പോഴാണ് നാട്ടിലറിയുന്നത്.